ഗായ്സ്, ഇറ്റ്സ് വിസ്മയ. പാർട്ട് 2 ഓഫ് റാൻഡം മേക്കപ്പ്. ഞാൻ കണ്ണു കെട്ടിയിട്ട് കുറച്ച് കളേഴ്സ് സെലക്ട് ചെയ്ത് മേക്കപ്പ് ചെയ്യാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കളേഴ്സൊക്കെ ഞാൻ ഇപ്രാവശ്യം ഒന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം സെയിം കളർ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ രസം ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇപ്രാവശ്യം വളരെ വിദഗ്ധമായി മഞ്ഞ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിലെനിക്ക് സ്റ്റാർട്ടിങ് തന്നെ മനസ്സിലായി പാഴാണ് ഗായ്സ്. പിന്നെ ഞാൻ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ആക്കാം, മെനയാക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ പിങ്കാണ് കിട്ടിയത്. മഞ്ഞയും പിങ്കും നല്ല കോമ്പിനേഷനാണ്. ബട്ട് കണ്ണെഴുതാൻ കൊള്ളില്ല ഗൈസ്. എന്താ അല്ലേ, എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മസ്കാര ഇടാമെന്ന് വിചാരിച്ചു. മസ്കാരയ്ക്ക് എനിക്ക് കിട്ടിയത് ലൈറ്റ് പിങ്കാണ് ഗൈസ്. താഴെ ഡാർക്ക് പിങ്കും മുകളിൽ ലൈറ്റ് പിങ്കും. പിങ്ക് മസ്കാര ഇട്ടിട്ട് ഒരുമാതിരി മഞ്ഞൊക്കെ വീണ പോലെ ഉണ്ട്. ഏത് മനുഷ്യ ജീവിയാണെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലാണ് ഗൈസ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ വളരെയധികം ചോദ്യം ചെയ്യുന്നൊരു നിമിഷത്തിലേക്കാണ് ഗൈസ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് അവിടെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക്കിന് പോയി ചൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്കാണ് ഗൈസ്. എൻ്റെ ആ കഴിവ്, കറുത്ത ചുണ്ട്. വാവ്, ഈ കറുത്ത ചുണ്ട് കണ്ടപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ച് സീബ്ര ലിപ്സ് ആക്കാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കളർ ചൂസ് ചെയ്തു, ബ്ലൂ കളർ ഗൈസ്. ആ ബ്ലൂ കളറും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മോന്തയുടെ ഒരു ഭംഗി. പിന്നെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ഞാൻ ബ്ലഷിലേക്ക് കടന്നു ഗൈസ്, പച്ച ബ്ലഷ്. ഇത് മൊത്തത്തിലൊരു പൂരപ്പറമ്പ് പോലെയൊക്കെയാണ് എനിക്ക് ഗൈസ് തോന്നുന്നത്. പിന്നെ ഇത് എന്തെങ്കിലുമൊക്കെ ഒരു മെനയാക്കി എടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു നോക്കി. എന്നിട്ടും ഒരു നിവൃത്തിയില്ല, അതുകൊണ്ട് തലയിലും കുറച്ച് സ്റ്റിക്കർ ഒട്ടിച്ചു. നിങ്ങൾ തന്നെ പറ, എൻ്റെ മോന്തയും തലയെല്ലാം കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതെല്ലാം കൂടി ചെയ്തിട്ട് ഒരു മെന വരുന്നില്ലല്ലോ ഗൈസ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഫൺ ഡേ ഗൈസ്. ബൈ ബൈ.